ഇനി നിയമസഭാവലോകനമാണ്. സഭ എന്നൊരു സങ്കല്പമുള്ളിടത്തോളം അവലോകനം ചെയ്തല്ലേ പറ്റൂ. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ഓർഡർ ചോദ്യം നമ്പർ 61. എന്താണ് സഭാ നടപടികൾ സമാധാനപരമായി കൊണ്ടുപോകുന്നതിന് പ്രതിപക്ഷം സഹകരിക്കുന്നില്ല എന്ന അങ്ങയുടെ വാദം ഇന്നലെ അങ്ങ് ഇവിടെ ഉയർത്തുകയുണ്ടായി. ഞങ്ങൾ ഇന്നലെ അങ്ങയുടെ ചേംബറിൽ വന്ന് കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡർ ശ്രീ കെ സി ജോസഫും മെമ്പർമാരും വന്ന് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അങ്ങ് പറഞ്ഞു അത് അടിയന്തര പ്രമേയമായി റൂൾ 50 ആയി അനുവദിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ അതിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ ഞാൻ പറയാം ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ ഇന്നലെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ഒളിച്ചോടിയതാണെന്നും സഭയിൽ നിന്ന് ഒളിച്ചോടിയതാണെന്നും അതിന് മുഴുവൻ അദ്ദേഹം മറുപടി പറഞ്ഞു. ഞങ്ങൾക്ക് അവസരം തരാത്തത് കൊണ്ടാണ് ഇന്നലെ ഉണ്ടായത്. ഇന്ന് വീണ്ടും ശ്രീ ഷംസുദ്ദീൻ മണ്ണാർക്കാട് MLA ഇന്ന് വീണ്ടും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്റെ റിക്വസ്റ്റ് അങ്ങയോട് ഒന്നുകിൽ ക്വസ്റ്റ്യൻ അവർ മാറ്റിവെച്ചുകൊണ്ട് ചർച്ചയ്ക്കെടുക്കണം, ഇല്ല എങ്കിൽ റൂൾ 50 അനുസരിച്ച് ഞങ്ങൾക്ക് അവസരം നൽകണം എന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാണ്ട് അങ്ങ് ചേറിലിരുന്നു കൊണ്ട് പ്രതിപക്ഷത്തിന് നേരെ മുൻകൂട്ടി അങ്ങ് പറയുന്ന കാര്യങ്ങൾ ശരിയല്ല. അങ്ങ് കേൾക്കും. എന്നിട്ട് മന്ത്രി പുറത്തുപോയി പത്രസമ്മേളനം നടത്തുക. മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും കക്ഷി നേതാക്കളും പുറത്ത് നടത്തുന്ന പത്രസമ്മേളനത്തിന്റെയും രാഷ്ട്രീയ ആരോപണങ്ങളുടെയും പ്രത്യാരോപണങ്ങളുടെ ഉത്തരവാദിത്വം നിയമസഭയ്ക്കകത്ത് ഉന്നയിക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ല. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് അഭിപ്രായം പറയണ്ടേ? ഗവൺമെന്റ് അഭിപ്രായം പറയണ്ടേ? ഇങ്ങനെ കുട്ടികളെ പോലെ പറയാൻ പറ്റുമോ? സംഗതി ആകെ ഒരു കുട്ടിക്കളിയായി മാറിയാൽ കുട്ടികളോട് പറയുന്നത് പോലെ പറഞ്ഞല്ലേ പറ്റൂ. നിയമസഭ വിശദമായി ചർച്ച ചെയ്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിരീക്ഷണ സമിതിയെ നിയോഗിച്ചു. പുതിയതായൊരു ഡെവലപ്മെന്റ് ഇവിടെ ഉണ്ടായിട്ടില്ല. അത് റൂൾ 50 എടുക്കുന്ന സമയത്ത് പറയാം. ഇപ്പൊ ചോദ്യോത്തരവേളയോട് സഹകരിക്കൂ. ഈ നിയമസഭ ഗൗരവത്തോടുകൂടി എടുക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ദയവായിട്ട് മനസ്സിലാക്കൂ. ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി. ലഹരി പദാർത്ഥങ്ങളുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ തടയുന്നതിനായി എക്സൈസ് വകുപ്പ് ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. ലഹരി വസ്തുക്കൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ മാർഗങ്ങളിൽ എല്ലാ ദിവസവും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന രീതി ശരിയല്ല. ലൈറ്റിംഗ് ഫെസിലിറ്റിയും സ്ഥാപിക്കുകയും ചെയ്തു. ലഹരി വസ്തുക്കൾ തടയുന്നതിന് വിഷയം സഭയിൽ കൊണ്ടുവരാൻ ആവശ്യമെങ്കിൽ അങ്ങനെ പതിവനുസരിച്ച് നാടകസഭയായി മാറി. പ്രതിപക്ഷങ്ങൾ തുടർച്ചയായി ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുകയും മര്യാദയുടെയും മാന്യതയുടെയും സീമ ലംഘിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട്. ഈ സാഹചര്യത്തിൽ ഈ സഭ ഇങ്ങനെ നടത്തിക്കൊണ്ടാൻ കഴിയില്ല. ഈ കാണുന്നത് അങ്ങ് കാണുന്നില്ലേ? ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞതിന് ശേഷവും വിഷയം ഉന്നയിക്കാൻ ആവശ്യമെങ്കിൽ ദയവായി സീറ്റിലേക്ക് പോകണം. ഈ സാഹചര്യത്തിൽ ചോദ്യോത്തരവേള റദ്ദ് ചെയ്യുന്നു. തുടർന്ന് കിടക്കുകയാണ്. ശ്രദ്ധ ക്ഷണിക്കൽ സബ്മിഷൻ റദ്ദ് ചെയ്തു. മറുപടി മേശപ്പുറത്ത് വെച്ചാൽ മേശപ്പുറത്ത് വയ്ക്കുന്ന കടലാസ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റിൽ ക്രമനമ്പർ 1 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കും. ലിസ്റ്റിൽ ക്രമനമ്പർ 2 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കും. ലിസ്റ്റിൽ ക്രമനമ്പർ 3 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കും. 3-ലെ ലിസ്റ്റിൽ ക്രമനമ്പർ 4 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കും. ലിസ്റ്റിൽ ക്രമനമ്പർ 5 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ ലിസ്റ്റിൽ ക്രമനമ്പർ 6 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കും. ലിസ്റ്റിൽ ക്രമനമ്പർ 7 പ്രകാരമുള്ള ബഹുമാനപ്പെട്ട മേശപ്പുറത്ത് വെക്കും. ലിസ്റ്റിൽ ക്രമനമ്പർ 8 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കും. ലിസ്റ്റിൽ ക്രമനമ്പർ 9 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കും. ഇതിലെ ലിസ്റ്റിൽ ക്രമനമ്പർ 10 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കും. ഇത്രയൊക്കെ പണം ചെലവാക്കി ഇങ്ങനെയൊരു സഭ ചേരണോ, അതോ രേഖകൾ വെക്കാൻ നല്ലൊരു മേശ മതിയോ എന്ന കാര്യം എല്ലാവരും ആലോചിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്മാറുകയാണ്. നന്ദി.
നമസ്കാരം.